ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പഴുത്ത ഏത്തപ്പഴവും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് കാഷ്യൂനട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഇതേപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് റൈസൻസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ ഞാൻ ഒരു കപ്പോളം ഉള്ള നാളികേരം, ഫ്രഷ് നാളികേരം ചിരകിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വറുത്ത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ പഞ്ചസാര അലിഞ്ഞൊന്നും പോകണ്ട, എന്നാൽ നല്ലതുപോലെ ആ ഒരു തേങ്ങയിലോട്ടൊക്കെ മിക്സ് ആവുന്ന രീതി നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടാൽ നല്ല രീതിയിലൊന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ വറുത്ത് വെച്ചിരുന്നില്ല കാഷ്യൂനട്ടും റൈസൻസും, അത് നമുക്കിതിലേക്ക് മൊത്തമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറ് വെച്ചു. അതിലേക്ക് നല്ല രീതിയിൽ പഴുത്ത 2 വലിയ നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തതാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കരുത്, നല്ല രീതിയിൽ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക. പഴുക്കാത്ത നേന്ത്രപ്പഴം എടുത്താൽ ഒരു ചവ വരുവേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം ഉള്ള പാലാണ്. ഞാനിപ്പോൾ തിളപ്പിച്ച് തണുത്ത പാലാണ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാര. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 മുട്ടയാണ്. ഇപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ കൊണ്ട് നല്ല രീതിയിൽ തരിയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമ്മൾ സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ ഇതേപോലെ ഒരു തവ ഫസ്റ്റിലേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു പാനിലാണ്. അത് ഞാനിതിൻ്റെ മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഒരുപാട് ചൂടടിച്ച് കരിഞ്ഞു പോകരുത്. അതിനുവേണ്ടിയാണ് ഞാൻ അടിയിലൊരു തവ വെച്ചതിന് ശേഷം പാൻ എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തത്. ഇനി ഈ ഒരു പാനിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ പാൻ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് സൈഡിലും നടുക്കും എല്ലാം നല്ല രീതിയിലൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അടിച്ചുകൊണ്ട് വന്നില്ലേ ആ ബനാനയുടെയും മുട്ടയുടെയൊക്കെ ആ ഒരു മിക്സ്, അതിൻ്റെ ഹാഫ് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊന്ന് ഹാഫ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മേൽഭാഗവും അടിയും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ ആ കോക്കനട്ടിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നില്ലേ തയ്യാറാക്കിയത്, അത് ഇതേപോലെ വട്ടത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം. വെളിയിലേക്ക് പോകരുത്, നടുക്ക് നിൽക്കുന്ന പാകത്തിൽ നമ്മൾ ഇതേപോലെ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ആ ഒരു മിക്സ് മൊത്തത്തിൽ നമ്മൾ ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം സൈഡിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ നമുക്ക് ആ കറക്റ്റ് ലെവലിലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ഞാൻ ആ ഒരു കോക്കനട്ട് മിക്സ് ഇതിലേക്കൊന്ന് വെച്ച് റെഡിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്നിരുന്നില്ലേ ആ അടിച്ചുകൊണ്ട് വന്നിരുന്ന മിക്സ്, അത് ഇതേപോലെ ആദ്യമേ റൗണ്ടിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നടുക്കുകൂടെയും ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല രീതിയിൽ കവറാകുന്നിടം വരെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു മിക്സ് ഒഴിച്ച് ഞാൻ നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-20 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് കുക്കായി വരാനേ. ഇപ്പോൾ ഇവിടെ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമുക്കിത് വെന്തോന്ന് അറിയണ്ടേ, അതിനുവേണ്ടി നമുക്കൊരു ടൂത്ത് പിക്കോ വല്ലതും വെച്ച് എല്ലാ സൈഡിലും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്.
അപ്പം നമ്മളുടെ ഈ ഒരു മിക്സ് നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിലൊന്ന് ഗീ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. നല്ല രീതിയിലൊന്ന് നെയ്യൊന്ന് ഇതേപോലെ ബ്രഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഒരു സ്പാച്ചില വെച്ച് വിടിയിപ്പിച്ച് കൊടുക്കാം. വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതേ തവ തന്നെ അടിയിൽ വെച്ചിട്ട് വേറൊരു പാൻ മേളിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്ലിപ്പ് ചെയ്ത ആ ഒരു സ്നാക്കില്ലേ അത് നമുക്ക് തിരിച്ച് മേൽഭാഗം അടിയിൽ വരുന്നത് പോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് അടിഭാഗം കൂടെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കണം, അത് മതി. ഇനി അടച്ചൊന്നും കുക്ക് ചെയ്യണ്ട. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തു ഞാൻ. ഇപ്പം നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അകത്തെ ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല ഒരു ബ്രൗണിഷ് ഷെയ്ഡൊക്കെയാണ്. അകത്തെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ കൂടി എല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾക്കും ഒക്കെ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.